കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജധാനിയിലോ വന്ദേ ഭാരതിലോ ഒന്നും കയറിയ ഭക്ഷണം കഴിക്കരുത് എന്നുള്ളതാണ്. വളരെ ഗൗരവതരമായി ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും വെളിപ്പെടുത്തലുകളുമാണ്. നമ്മളൊക്കെ തന്നെ വിശ്വസിക്കുന്നത് റെയിൽവേ ആണ്. ഈ കരാറുകാരൊക്കെ ആരാണെന്നും നമുക്കറിയില്ല. നമുക്ക് ഭക്ഷണം കൊണ്ടുതരുന്ന മനുഷ്യരെ അറിയില്ല. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ എന്ന പ്രസ്ഥാനത്തെയാണ്. ഏറ്റവും വലിയ പണം നൽകി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകേണ്ടത് മികച്ച ഭക്ഷണമാണ്. എന്നാൽ ആ വലിയ തുകയ്ക്ക് കിട്ടുന്ന ഭക്ഷണം ഇത്ര ചീപ്പാണോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അപ്പോൾ ഇവിടെ നിന്നുള്ള ഭക്ഷണം റെയിൽവേ സ്റ്റേഷനുകളിലേക്കാണ് എത്തിക്കാറുള്ളതെന്ന് കരാർ ഡ്രൈവറായ ഉദയകുമാർ സ്ഥിരീകരിക്കുന്നു. ഒരു ദിവസം 6 തവണ ഇത്തരത്തിൽ സ്റ്റേഷനുകളിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാറുണ്ടെന്നും ഉദയകുമാർ പറഞ്ഞു. ஹோட்டலில் ரயில் ட்ரெயினுக்கு தான் ட்ரெயினில் ட்ரெயின் நேம் தெரியுது மேம் எனக்கு. வந்தே பாரத் மார்னிங் 7 o'clock, ஆஃப்டர்நூன் 1 o'clock, 2 o'clock, 4 o'clock, ஈவினிங் 6 o'clock. ஓனர் சென்னை. சென்னை ஓனர் இங்கே இல்லை, அங்கே தான் இருக்கார். என்னை வந்து இங்கே வண்டி ஓட்ட சொன்னார். நான் தங்கி ஓட்டிகிட்டு இருக்கேன். டிரைவர் வரையும் ஓட்டுங்க அப்படின்னாரு. இங்கே வந்து பிரமோத் சார்னு சொல்லிட்டு மேனேஜரு. അവർ ചെന്നൈയില്, കേരള, മലയാളം. പലതവണ പരാതി വന്നിട്ടുണ്ട്. അന്നൊന്ന് റെയ്ഡ് പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോട്ടീസ് നൽകുകയും ഇവിടെ മലിനജലം തോട്ടിലേക്ക് ഒഴുകുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പരാതി വന്നത്. ഇതിനകത്തൊന്നും കയറിയൊന്നും പരിശോധിച്ചില്ല.